നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ കളക്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ എന്നൊക്കെ. അപ്പോൾ ഇപ്പം നമ്മൾ പല മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടാണെന്ന് വെച്ചാലും ഇപ്പം നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തിട്ട് ഇപ്പോൾ നമ്മളെ കയ്യിൽ കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ കുറേ നമ്മളെ കയ്യിലൊരു ഡാറ്റയുണ്ട്. ആ ഡാറ്റയെ നമ്മൾ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് അവരെ നമുക്ക് ഫർദറായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് അവരെ അറേഞ്ച് ചെയ്യാൻ പോകുന്നത്, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഡാറ്റയെ എങ്ങനെയൊക്കെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം യാതൊരു അറേഞ്ച്മെൻറ്റും ഇല്ലാതെ കിട്ടുന്ന കുറേ നമ്പേഴ്സ് ഉണ്ടല്ലോ, അവർ നമ്മൾ പറയുന്ന പേരാണ് റോ ഡാറ്റ എന്ന്. റോ ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ആൻ അൺഅറേഞ്ച്ഡ് ഡാറ്റ. ഒരു അറേഞ്ച്മെൻറ്റും നടത്താതെ നമ്മൾ കുറേ നമ്പേഴ്സ് കളക്ട് ചെയ്ത കുറേ നമ്പേഴ്സ് നമ്മളിങ്ങനെ എടുത്തിട്ട് എഴുതിയിരിക്കുകയാണെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് റോ ഡാറ്റ. അപ്പോൾ നമ്മൾ വാല്യൂസ്, ഇപ്പോൾ മാർക്സ് ഓഫ് എ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ മാർക്സ് ഓഫ് എ സ്റ്റുഡൻസിന് നമ്മൾ വെറുതെ നമ്മളിങ്ങനെ മാർക്സ് എന്ന് പറഞ്ഞിട്ട് കുറേ മാർക്കുകൾ ഇങ്ങനെ ഓരോ കുട്ടികളുടെ മാർക്കുകൾ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് എഴുതുകയാണെങ്കിൽ ദിസ് ഇസ് റോ ഡാറ്റ, ഒരു അറേഞ്ച്മെൻറ്റും നടത്താതെ എഴുതുന്ന ഡാറ്റ. അപ്പോൾ ഇവിടെ മാർക്സ് എന്ന് പറയുന്ന നമ്മൾ പഠിക്കുന്ന ആ വേരിയബിൾ മാത്രമാണ് അയാൾ ഡയറക്റ്റായിട്ട് എഴുതിയാണ്, അതാണ് റോ ഡാറ്റ. എന്നാൽ ഡാറ്റേനെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ട് എഴുതാൻ പോകുന്നത്? അപ്പോൾ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസ്. നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് എന്താണ്? അറേഞ്ച്മെൻറ്റിൽ വരുന്ന കാര്യമാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസ്, അല്ലെങ്കിൽ ഫ്രീക്വൻസി ടേബിൾസ് ആയിട്ട് നമ്മൾ ഡാറ്റേനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസ് രണ്ട് തരത്തിലുണ്ട്. വൺ ഈസ് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും, അല്ലെങ്കിൽ അതിനെ നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസ് എന്നും പറയും. അടുത്തത് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും, ഓർ ഇറ്റ്സ് ഓൾസോ കോൾഡ് കണ്ടിന്യൂസ് സീരീസ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡാറ്റേനെ അറേഞ്ച് ചെയ്തിട്ട് എഴുതാൻ പോകുന്നത്. അപ്പം ഡാറ്റയുടെ 3 ടൈപ്പുകളാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. വൺ ഈസ് അൺഅറേഞ്ച്ഡ് ഡാറ്റ വിച്ച് ഇസ് റോ ഡാറ്റ, ദ അതർ ഇസ് ഡിസ്ക്രീറ്റ് സീരീസ്, അവിടെ ഫ്രീക്വൻസീസ് വരുന്നു, ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് കണ്ടിന്യൂസ് സീരീസ്. അപ്പോൾ ഈ 3 തരത്തിലുള്ള ഡാറ്റ ആണ് ഇനി മുതൽ അങ്ങോട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം വരാൻ പോകുന്നത്. ഇപ്പോൾ നമ്മളിപ്പം എന്ത് കാര്യങ്ങൾ പഠിക്കുമ്പോഴും അവിടെ ഈ 3 സെറ്റ് ഡാറ്റയിലുള്ള ഫോർമുലാസാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ റോ ഡാറ്റ പറഞ്ഞു. ഇനി ഡിസ്ക്രീറ്റ് സീരീസ് എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഡിസ്ക്രീറ്റ് സീരീസ് എന്താണ് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു റോ ഡാറ്റ എഴുതി വെച്ചിട്ടുണ്ട്. മാർക്സ് ആണ്. ഇപ്പോൾ ഇവിടെ ഒരു 20 കുട്ടികളുടെ മാർക്സ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. 5ലുള്ള മാർക്കുകളാണ്. അപ്പം ഈ ഡാറ്റേനെ ഞാൻ അറേഞ്ച് ചെയ്തിട്ട് എഴുതാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ മാർക്സിനെ ഞാൻ ആദ്യം എഴുതി, മാർക്സ്. അതാണ് നമ്മൾ മെയിനായിട്ടുള്ള ആൾ. മെയിനായിട്ടുള്ള ഡാറ്റേനെ നമ്മൾ എക്സ് എന്ന് പറഞ്ഞ ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ദാറ്റ് ഇസ് ദ ഡാറ്റ വാല്യൂ. ആ ഡാറ്റ വാല്യൂസിന് എക്സ് എന്ന് പറഞ്ഞ ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ റിപ്പീറ്റേഷൻ വരുന്നുണ്ട് കുറേ പ്രാവശ്യം ഓരോ വാല്യൂസും, അല്ലേ? 5ലുള്ള മാർക്കുകളാണ്. അപ്പോൾ ഞാൻ ഓരോ ഡാറ്റ വാല്യൂവിന് സെപ്പറേറ്റ് വാല്യൂസ് ഞാൻ എടുത്തെഴുതി. ഇപ്പോൾ 0 5ലുള്ള മാർക്കല്ല, അപ്പോൾ 0 1 2 3 4 and 5 ഇങ്ങനെ നമ്മളെ മാർക്കുകളുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ ഓരോ മാർക്കും എത്ര കുട്ടികൾക്കാണ് കിട്ടിയിരിക്കുന്നത് അതിന് നമ്മൾ അവരെ ഫ്രീക്വൻസി എന്ന് പറയും. എന്താ നമ്മൾ പറയുന്നത്? ഫ്രീക്വൻസി. അതാണ് ഈ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ ടേം വരുന്നത്. അപ്പോൾ ഇവിടെ ഫ്രീക്വൻസി കൊണ്ട് ഞാൻ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഓരോ മാർക്കും എത്ര കുട്ടികൾക്കാണ് കിട്ടിയിരിക്കുന്നത്. 0 മാർക്ക് എത്ര കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്, 1 മാർക്ക് എത്ര കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്, അതാണ് ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നത്. അതായത് എത്ര റിപ്പീറ്റേഷൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ അത് എഴുതുന്നത് നമ്മൾ സാധാരണ ടാലി മാർക്സ് ഇട്ടിട്ടാണ് നമ്മൾ ഫ്രീക്വൻസി എഴുതാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ടാലി മാർക്സ് ഇട്ട് കാണിച്ചാൽ ഫ്രീക്വൻസി നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ടാലി മാർക്കുകളാണ് നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഡാറ്റ നോക്കി, ഡാറ്റയിൽ ഫസ്റ്റ് വാല്യൂ 3. അപ്പോൾ 3യുടെ നേരെ ഞാനൊരു ടാലി മാർക്ക് ഇട്ടു. അടുത്ത വാല്യൂ, അപ്പോൾ 3 എഴുതി കഴിഞ്ഞു. 4ൻ്റെ നേരെ ഞാനൊരു ടാലി മാർക്ക് ഇട്ടു. എഗെയിൻ 3. അപ്പോൾ 3ൻ്റെ അവിടെ സെക്കൻഡ് ടാലി മാർക്ക്. പിന്നെ വന്നത് 5 ആണ്. 5ൻ്റെ അവിടെ ഒരു ടാലി മാർക്ക്. ദെൻ 2ൻ്റെ നേരെ ഒരു ടാലി മാർക്ക് ഇട്ടു. പിന്നെ വന്നിരിക്കുന്നത് 1ൻ്റെ നേരെ ഒരു ടാലി മാർക്ക്. എഗെയിൻ 2. അപ്പോൾ ഇവിടെ സെക്കൻഡ് ടാലി മാർക്ക്. പിന്നെ വന്നിരിക്കുന്നത് 3 ആണ്. അപ്പോൾ ഇവിടെ ഒരു ടാലി മാർക്ക് ഇട്ടു. പിന്നെ വന്നിരിക്കുന്നത് 5 ആണ്. 5ൻ്റെ അവിടെ ഒരു ടാലി മാർക്ക് ഇട്ടു. 0 ഒരു ടാലി മാർക്ക് വന്നു. പിന്നെ 4ൻ്റെ നേരെ എഗെയിൻ ഒരു ടാലി മാർക്ക്. പിന്നെയും 3 വന്നിട്ടുണ്ട്. 3ൻ്റെ അവിടെ നമ്മളൊരു ടാലി മാർക്ക് ഇട്ടു. പിന്നെ എന്ത് വന്നിട്ടുണ്ട്? 2 വന്നിട്ടുണ്ട്. അപ്പോൾ 2ൻ്റെ അവിടെ ഒരു ടാലി മാർക്ക്. കൺഫ്യൂഷൻ ആവാതിരിക്കാനാണ് ഞാൻ ഇവരെ വെട്ടി വയ്ക്കുന്നത്. പിന്നെ 1ൻ്റെ നേരെ ഒരു ടാലി മാർക്ക് ഇട്ടു. എഗെയിൻ 1, അല്ലേ? അപ്പം വീണ്ടും ഒരു ടാലി മാർക്ക്. പിന്നെ 4 ആണ് വരുന്നത്.
4ൻ്റെ നേരെ ഒരു ടാലി മാർക്ക്, പിന്നെ വരുന്നത് 3 ആണ്. അപ്പം നമുക്കറിയാം 4 ഇട്ട് കഴിഞ്ഞു, 5ാമത്തത് നമ്മൾ എന്ത് ചെയ്യും, ടാലി മാർക്ക് ക്രോസ്. അപ്പോൾ ഇത് ഓരോന്ന് 5ൻ്റെ സെറ്റുകളായിരിക്കും. ഓക്കെ, പിന്നെ അപ്പോൾ 3 എഴുതി കഴിഞ്ഞു. ഇനി വീണ്ടും 4 വരുന്നു, 4 എഴുതി, പിന്നെ 5 വരുന്നു, 5ൻ്റെ നേരെ ടാലി മാർക്ക് ഇട്ടു, പിന്നെ എന്ത് ചെയ്യണു, 1 വരുന്നു, 1ൻ്റെ നേരെ ടാലി മാർക്ക് ഇട്ടു. ഓക്കെ, അപ്പം നമ്മളെ ഡാറ്റേനെ ഓരോ ഈ ടാലി മാർക്സ് എനിക്ക് പറഞ്ഞു തരുന്നത് ഈ ഓരോ വാല്യൂസും എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ നമുക്കത് എടുത്ത് എഴുതാം. 0ൻ്റെ ഫ്രീക്വൻസി ഒരു പ്രാവശ്യമാണ്, 1ൻ്റെ ഫ്രീക്വൻസി എന്താണ്, 4 ആണ്, 2ൻ്റെ ഫ്രീക്വൻസി എത്രയാണ്, 3 ആണ്, 3ൻ്റെ ഫ്രീക്വൻസി അപ്പോൾ ഇങ്ങനെ വന്നാൽ 5. ഇപ്പോൾ 6 വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ വീണ്ടും ഒരു വരിയിട്ടിട്ട് ഇതേമാതിരി അഗെയിൻ ആ സെറ്റ് ടാലി മാർക്സിൻ്റെ സെറ്റുകൾ നമ്മൾ തുടരുമായിരുന്നു കേട്ടോ. 4 വന്നു, 4ൻ്റെ എത്ര ടാലി മാർക്സ് വന്നിട്ട് 4 തന്നെ, 5ന് 3 ടാലി മാർക്സ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിവിടെ നമ്മളെ ഡാറ്റേനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആകെ 20 പേരാണ്. അപ്പോൾ ഫ്രീക്വൻസികൾ കൂട്ടി നോക്കി 20 കിട്ടും അല്ലേ. നോക്കുക ഇവിടെ 5, 5, 10, 10ഉം 10ഉം 20 ടോട്ടൽ ഫ്രീക്വൻസി. അപ്പോൾ 20 കുട്ടികളെ മാർക്കാണ്. അപ്പോൾ ഇങ്ങനെ ഡാറ്റ ഇങ്ങനെ പരത്തി എഴുതുന്നതിന് പകരം നമ്മൾ ഡാറ്റേനെ നമ്മൾ ഒബ്സർവേഷൻസും ഫ്രീക്വൻസീസ് എഫ് എന്ന് ഞാൻ പറയുന്നു, അങ്ങനെയായിട്ട് ഞാനിപ്പോൾ 0, 1, 2, 3, 4, 5 അവരുടെ ഫ്രീക്വൻസി 1, 4, 3, 5, 4, 3 ഇങ്ങനെ എഴുതി. അപ്പോൾ ഡാറ്റേനെ കുറച്ചും കൂടി പിന്നെ അറേഞ്ച്ഡ് ആയിട്ടുള്ള രൂപത്തിലൊന്ന് ഒതുക്കിയിട്ട് നമ്മൾ എഴുതി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറയും, അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്നും പറയും, ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്നും പറയും. അപ്പോൾ ഇങ്ങനെയാണ് ഡാറ്റേനെ ഓർഗനൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അറേഞ്ച് ചെയ്ത് എഴുതുന്ന ആദ്യത്തെ മെത്തേഡ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, ഇപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് ഡാറ്റകളായിരുന്നു, അതായത് കുറച്ച് വാല്യൂസേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അവരെ സെപ്പറേറ്റ് ആയിട്ട് അവർ ഓരോരുത്തരും എടുത്ത് എഴുതാമായിരുന്നു. ഇനിയിപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ 100ലുള്ള കുട്ടികളുടെ മാർക്കുകളാണ് എഴുതുന്നത്, അല്ലെങ്കിൽ 50ലുള്ള ഒരു കുട്ടികളുടെ മാർക്കുകളാണ് എഴുതണമെങ്കിൽ എനിക്ക് കുറേ ഡാറ്റ വാല്യൂസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഓരോരുത്തരും ഒറ്റയ്ക്ക് എഴുതാൻ നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഡാറ്റേനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യാൻ പോവാണ് ഓരോ ക്ലാസ്സുകളായിട്ട്. അപ്പോൾ ഇവിടെ ജസ്റ്റ് എക്സ് വാല്യൂസ് എഴുതണതിന് പകരം ഇവിടെ ഡാറ്റേനെ ഞാൻ ക്ലാസ്സുകളായിട്ട് എഴുതാൻ പോവാണ്. അപ്പോൾ എൻ്റെ അടുത്ത് 50ലുള്ള മാർക്കുകളാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ഡാറ്റേനെ ഇപ്പോൾ 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50 ഇങ്ങനെ ക്ലാസ്സുകളായിട്ട് ഞാൻ എഴുതി വെച്ചു. അതിനുശേഷം ഓരോ ക്ലാസ്, അതാണ് മാർക്കുകളാണ്. അപ്പോൾ മാർക്സിനെ ഇപ്പോൾ ഞാൻ എഴുതിയത്, അപ്പോൾ ക്ലാസ്സായിട്ട് ഞാൻ ആരും എഴുതിയിരിക്കുന്നത് മാർക്സിനെയാണ്. ആൻഡ് അതിനുശേഷം ഞാൻ നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ എഴുതുന്നു, ഞാൻ അതിനെ അവരുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നു. എന്നിട്ട് ഞാൻ നോക്കി 0ൻ്റെയും 10ൻ്റെയും ഇടയിൽ മാർക്കുള്ള എത്ര കുട്ടികളുണ്ട് നോക്കി. അപ്പോൾ അത് 0 വരുന്ന കുട്ടികളാവാം, 1, 2, 3, 4, 5, 6, 7, 8, 9 അങ്ങനെയുള്ള മാർക്കുകൾ വരുന്ന കുട്ടികളൊക്കെ ഞാൻ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അവരുടെ എത്ര കുട്ടികളുണ്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ ഇതേമാതിരി ഇട്ട് നോക്കിയിട്ട് അവരുടെ എണ്ണം എഴുതി. ഇപ്പോൾ ഇവിടെ 5 കുട്ടികളാവുമെന്ന് വിചാരിക്കാം. ഇപ്പം 10ൻ്റെയും 20ൻ്റെയും ഇടയിൽ മാർക്കുള്ള എത്ര കുട്ടികളുണ്ട് നോക്കാം. ഇപ്പോൾ ചിലപ്പോൾ 3 കുട്ടികളായിരിക്കാം, ഇവിടെ ചിലപ്പോൾ 7 കുട്ടികൾ വന്നിട്ടുണ്ടാവാം. ഇങ്ങനെ ഒരു ഡാറ്റ ഞാൻ 6, 10 ഇങ്ങനെ ഒരു ഡാറ്റ ഞാൻ എഴുതുകയാണ്. ഈ ഡാറ്റേനെ നമ്മൾ പറയുന്നത് കണ്ടിന്യൂസ് സീരീസ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് പറയുന്നത്. ഇതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പറയാൻ ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഞാനിപ്പം 10നെ എവിടെ ഉൾപ്പെടുത്തുന്നുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ കാണാനുണ്ട്. അപ്പോൾ ഞാനിപ്പം ജസ്റ്റ് എന്താണെന്ന് മാത്രം പറയുന്നു. കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഇതിനെ കണ്ടിന്യൂസ് സീരീസ് എന്നുകൂടി പറയുന്നു. അപ്പം ഡാറ്റേൻ്റെ 3 രൂപങ്ങൾ നമ്മൾ കണ്ടു. കണ്ടിന്യൂസ് സീരീസിലാണ് ക്ലാസ്സുകളും ഫ്രീക്വൻസീസും എഴുതുന്നു, ഡിസ്ക്രീറ്റ് സീരീസിൽ വാല്യൂസും ഫ്രീക്വൻസി എഴുതുന്നു, റോ ഡാറ്റയിൽ വെറും എക്സ് വാല്യൂസ് മാത്രം എഴുതുന്നു. അങ്ങനെ നമ്മൾ ഡാറ്റേനെ 3 തരത്തിലായിട്ടുള്ള തരം തിരിവാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അറേഞ്ച്മെൻറ്റിൽ വരുന്ന മാറ്റങ്ങളത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഡാറ്റയിൽ നമ്മൾ ഈ ക്ലാസ്സുകളെ നമ്മൾ സ്പെഷ്യലായിട്ട് നോക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഓരോ ക്ലാസ്സുകൾ ഞാനിവിടെ നോക്കുകയാണ്. അപ്പോൾ ഇതാ ഇവിടെ ഞാൻ ക്ലാസ്സുകളും ഫ്രീക്വൻസി എഴുതിയിട്ട്, അപ്പോൾ 0 to 10 ഇസ് എ ക്ലാസ്, 10 to 20 എന്ന് പറയുന്നത് മറ്റൊരു ക്ലാസ്സാണ്, 20 to 30 എന്ന് പറയുന്നത് വേറൊരു ക്ലാസ്സാണ്, 30 to 40 വേറൊരു ക്ലാസ്. അപ്പോൾ ഇങ്ങനെ ഇവരെയാണ് നമ്മൾ ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്ച്വലി നമ്മൾ കുറേ നമ്മളെ ഡാറ്റ വാല്യൂസിനെ നമ്മൾ സിമിലർ ആയിട്ടുള്ള ഗ്രൂപ്പുകളായിട്ട് നമ്മളിങ്ങനെ വെൽ ഡിഫൈൻഡ് ഗ്രൂപ്പുകളായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അതിനെയാണ് നമ്മൾ ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. ഇനി ഓരോ ക്ലാസ് എടുത്ത് നോക്കിയാലും ഈ ഓരോ ക്ലാസ്സിന് ഇപ്പോൾ 0 to 10 എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ടെങ്കിൽ 0നെയും 10നെയും അവരുടെ ക്ലാസ് ലിമിറ്റ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ദേ ആർ ദി ക്ലാസ് ലിമിറ്റ്സ് ഓഫ് ദി ക്ലാസ്.
ഒരു ക്ലാസ്സിൽ ചേർക്കാവുന്ന ഏറ്റവും ലോവസ്റ്റ് വാല്യൂവും ഏറ്റവും ഹയസ്റ്റ് വാല്യൂവിനെ നമ്മൾ എന്ത് പറയുന്നത്, ആ ക്ലാസ്സിൻ്റെ ക്ലാസ് ലിമിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഒരു ക്ലാസ്സിൽ ഒരു ക്ലാസ് 0 to 10 എന്ന് പറഞ്ഞ ക്ലാസ്സിൽ 0വിനെ നമ്മൾ പറയുന്നത് ഇറ്റ്സ് എ ലോവർ ലിമിറ്റ് ഓഫ് ദി ക്ലാസ്. 0 ഇസ് ദ ലോവർ ലിമിറ്റ് ഓഫ് ദി ക്ലാസ് ആൻഡ് 10 ഇസ് ദ അപ്പർ ലിമിറ്റ് ഓഫ് ദാറ്റ് ക്ലാസ്. ആ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് 0 ആണ്, ആ ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് എന്താണ്, 10 ആണ്. അപ്പോൾ അടുത്ത ക്ലാസ് വരുമ്പം അതിൻ്റെ ലോവർ ലിമിറ്റ് 10 ആണ്, അപ്പർ ലിമിറ്റ് 20 ആണ്. അപ്പോൾ ഇതാണ് ഒരു ക്ലാസ്സിൻ്റെ ക്ലാസ് ലിമിറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അപ്പർ ലിമിറ്റ് വൈ ലോവർ ലിമിറ്റ് വൈ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ക്ലാസ്സിൻ്റെ വിഡ്ത്താണ്. വാട്ട് ഈസ് ക്ലാസ് വിഡ്ത്ത്? ഒരു ക്ലാസ്സിൻ്റെ വിഡ്ത്ത് എന്ന് പറയും, അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ക്ലാസ് ഇൻ്റർവെൽ. ഒരു ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ മാഗ്നിറ്റ്യൂഡ്, എത്രത്തോളം വിഡ്ത്ത് ഉണ്ട് ഒരു ക്ലാസ്സിന് എന്ന് നോക്കാം. ക്ലാസ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഇറ്റ്സ് എ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ആ ഡിഫറൻസിനെയാണ് നമ്മൾ എന്തു പറയുന്നത്, ഒരു ക്ലാസ്സിൻ്റെ ക്ലാസ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പോൾ ഈ ക്ലാസ്സുകളുടെയൊക്കെ എല്ലാം ഇപ്പോൾ ഒരേ വിഡ്ത്തുള്ള ക്ലാസ്സുകളാണ് ഞാൻ എഴുതിയിരിക്കുന്നത് ഇവിടെ. അപ്പം ഇവിടുത്തെ അപ്പർ ലിമിറ്റ് ഏത് ക്ലാസ് എടുത്താൽ ഇപ്പോൾ 10 to 20 എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ക്ലാസ് വിഡ്ത്ത് എന്താണ്, ഇറ്റ് ഈസ് അപ്പർ ലിമിറ്റ് 20 മൈനസ് ലോവർ ലിമിറ്റ് 10 വിച്ച് ഇസ് ഈക്വൽ ടു 10. അപ്പോൾ ഇവിടെ എല്ലാ ക്ലാസ്സുകളുടെയും ക്ലാസ് വിഡ്ത്ത് തുല്യമാണ്, ഈക്വൽ ക്ലാസ് വിഡ്ത്തുള്ള ക്ലാസ്സുകളാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾ ക്ലാസ്സുകളിൽ നോക്കാൻ പോകുന്ന അടുത്ത കാര്യം എന്ന് പറയുന്നത് ക്ലാസ്സുകളുടെ ക്ലാസ് മാർക്കാണ്. മിഡ് വാല്യൂ ഓഫ് ദി ക്ലാസ് എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് പറയുന്ന മറ്റൊരു പേരാണ് ക്ലാസ് മാർക്ക്, അല്ലെങ്കിൽ മിഡ് വാല്യൂ ഓഫ് ദി ക്ലാസ് എന്ന് പറയും. അതെന്താണെന്നും കൂടി നമുക്ക് നോക്കാം. അപ്പം ഒരു ക്ലാസ്സിൻ്റെ മിഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ക്ലാസ് മാർക്ക് കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, അയാളുടെ ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2, അതിൻ്റെ മിഡിൽ വരുന്ന വാല്യൂ. ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2, അത് ചെയ്യുന്നത് ഇപ്പോൾ കിട്ടുന്ന ആൻസറിനെയാണ് എന്ത് പറയുന്നത്, ക്ലാസ് മാർക്ക്. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ ക്ലാസ് മാർക്ക് എന്തായിരിക്കും, 10 plus 20 divided by 2 അല്ലേ. അപ്പോൾ 10 plus 20 divided by 2 which is equal to 15. അതാണ് ആ ക്ലാസ്സിൻ്റെ ക്ലാസ് മാർക്ക്. ഒരു ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ക്ലാസ് മാർക്ക് എന്താണ്, 0 plus 10 divided by 2 5 ആണ്. അതുമാതിരി ഇവിടെ 20 plus 30 divided by 2, അതായത് 50 by 2 25 വരും. ഇവിടെ 35 വരും. ഇവിടെ ക്ലാസ് മാർക്ക് എന്ത് വരും, 45 വരും. അപ്പോൾ ഇതാണ് ക്ലാസ്സുകളെ കുറിച്ചിട്ട് നമ്മൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ. ഇതേപോലെ നമ്മൾ ഈ ക്ലാസ്സുകളെ നമ്മൾ 2 തരത്തിലുള്ള ക്ലാസ്സുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ എഴുതിയ ക്ലാസ്സുകൾ പറഞ്ഞപ്പോൾ ഞാൻ 0 to 10, 10 to 20, 20 to 30 ഈ ക്ലാസ്സല്ലേ ഇപ്പോൾ ഞാൻ എഴുതിയത്. ഇങ്ങനത്തെ ഒരു ടൈപ്പ് ക്ലാസ്സാണ് എഴുതിയത്. അതായത് ഇവിടെ ഇതിൻ്റെ അപ്പർ ലിമിറ്റ് തന്നെയാണ് ഇവിടെ ലോവർ ലിമിറ്റായിട്ട് പോകുന്നത്. ഇനി അതിൻ്റെ ഫ്രീക്വൻസികളും ഞാൻ ഏതാണ് ക്ലാസ്സും ഫ്രീക്വൻസിയും കൂടി ഞാൻ എഴുതിയപ്പോൾ ഇവിടെ ഫ്രീക്വൻസി ഇപ്പോൾ 5, 4, 3 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ മാർക്കുകളാണ് ഇവിടെ ഉൾപ്പെടുത്തുന്നതെങ്കിൽ 10 എന്ന് പറഞ്ഞൊരു മാർക്ക് ഒരു കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഏത് ക്ലാസ്സിലാണ് അയാൾ ഉൾപ്പെടുത്തുക, ഇവിടെയും 10 ഉണ്ട്, ഇവിടെയും 10 ഉണ്ട് അല്ലേ. അപ്പം നമ്മൾ ശരിക്ക് ഇങ്ങനത്തെ ഒരു ക്ലാസ്സുകൾ വന്നാൽ ഇവിടെ ഞാൻ 10 എന്ന് പറഞ്ഞ വാല്യൂവിനെ എവിടെയാണ് ഉൾപ്പെടുത്തി, ഇവിടെയാണ് ഉൾപ്പെടുത്താൻ പോകുന്നത്. ഇപ്പോൾ 10 എന്ന് പറയുന്ന ആൾ ഇതിലാണ്. ഇപ്പോൾ 20 എന്നൊരു ആളാണ് മാർക്കായിട്ട് വന്നതെങ്കിൽ 20നെ ഞാൻ ഏത് ക്ലാസ്സിലാണ് ഉൾപ്പെടുത്താൻ പോകുന്നത്, ഇവിടെയാണ് ഞാൻ 20നെ കൂട്ടാൻ പോകുന്നത്. അതായത് ഈ ക്ലാസ്സുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ അപ്പർ ലിമിറ്റിനെ ആ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നില്ല. എന്താ ചെയ്യുന്നത്, ഒരു ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റിനെ നമ്മൾ ആ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നില്ല. അങ്ങനത്തെ ക്ലാസ്സുകളെ നമ്മൾ പറയുന്ന പേരാണ് എക്സ്ക്ലൂസീവ് ക്ലാസ്സസ്. എക്സ്ക്ലൂസീവ് ക്ലാസ്സസ് എന്നാണ് നമ്മൾ ഇവരെ പറയുന്നത്. ബിക്കോസ് ഇറ്റ്സ് അപ്പർ ലിമിറ്റ് ഇസ് എക്സ്ക്ലൂഡഡ് ഫ്രം ദർ ക്ലാസ്. എന്നാൽ വേറൊരു തരത്തിലുള്ള ക്ലാസ് എഴുതലുണ്ട്. ക്ലാസ്സസും ഫ്രീക്വൻസിയും ഞാനിപ്പോൾ ഇങ്ങനെ എഴുതുമായിരിക്കുക, 0 to 9, 10 to 19, 20 to 29. എന്നിട്ട് ഞാൻ അതിൻ്റെ ഫ്രീക്വൻസി ഇപ്പോൾ 3, 5, 8 എന്നൊക്കെ എഴുതി. അപ്പോൾ ഈ ഇവിടെ യാതൊരു പ്രശ്നവുമില്ല. 10 വന്നാൽ എവിടെയാണ് ഉൾപ്പെടുത്തുക, ഇവിടെ 9 വന്നാൽ എവിടെയാണ് കൊടുക്കുക, ഈ ക്ലാസ്സിൽ തന്നെ. അതായത് അപ്പർ ലിമിറ്റിനെ ആ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യിക്കും. അങ്ങനത്തെ ക്ലാസ്സുകളെ നമ്മൾ പറയുന്ന പേരാണ് ഇൻക്ലൂസീവ് ക്ലാസ്സസ്. അപ്പോൾ നമുക്ക് ആ ഒരു വേർതിരിവും കൂടി കാണണം. ഇൻക്ലൂസീവ് ക്ലാസ്സസും ഉണ്ട്, എക്സ്ക്ലൂസീവ് ക്ലാസ്സസും ഉണ്ട്. ഇങ്ങനത്തെ ക്ലാസ്സുകൾ, അതായത് ഇവിടെ ഒരു ഗ്യാപ്പ് കാണും അല്ലേ, അങ്ങനത്തെ ക്ലാസ്സുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻക്ലൂസീവ് ക്ലാസ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ക്ലാസ്സുകളിൽ ഒരു വ്യത്യാസങ്ങൾ വരുന്നത്. അപ്പം നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ ഇത്തരം ക്ലാസ്സുകളെല്ലാം നമ്മൾ കാണും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇൻക്ലൂസീവിനെ ചിലപ്പോൾ നമ്മൾ എക്സ്ക്ലൂസീവ് ആക്കായിട്ട് മാറ്റുകയും ചെയ്യും. ഓക്കെ.